ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LPSA UPSA ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എത്ര മാർക്കാണ് സേഫ് സോൺ എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. പനിയായിരുന്നു, സൗണ്ടൊന്നും ക്ലിയർ അല്ല, എല്ലാവരും ക്ഷമിക്കുക. പല കോണിൽ നിന്നും ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം എത്ര സേഫ് സോൺ വരും എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് UPSAയുടെ സേഫ് സോണും അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കട്ട് ഓഫും ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കഴിഞ്ഞ UPSAയുടെ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് 66 ആയിരുന്നു കട്ട് ഓഫ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വന്നത് ഇടുക്കിയായിരുന്നു. ഇടുക്കിയിൽ 50.33 ആയിരുന്നു കട്ട് ഓഫിൻ്റെ വേരിയേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കൂടിയ കട്ട് ഓഫിൽ നിന്ന് കുറഞ്ഞ കട്ട് ഓഫിലായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ നേരപ്പം പറഞ്ഞു, കോഴിക്കോട് 66, കണ്ണൂർ 65, കൊല്ലം 63.33, മലപ്പുറം 62, കാസർഗോഡ് 61.67, തൃശ്ശൂർ 61.33, എറണാകുളം 61.33, തിരുവനന്തപുരം 61, പാലക്കാട് 60.33, കോട്ടയം 55.67, പത്തനംതിട്ട 55, ആലപ്പുഴ 54.67, വയനാട് 53.33, ഇടുക്കി 50.33. അപ്പോൾ ഇങ്ങനെയായിരുന്നു അപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഫൈനൽ ആൻസർ കീയിൽ UPSTയിൽ ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം വേരിയേഷൻ അനുസരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ 55 മുതൽ 65 വരെയുള്ള ഏകദേശം 10 മാർക്കിൻ്റെ വേരിയേഷനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേന് എത്രത്തോളം മാറ്റം സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ നമ്മൾ ഇപ്പം പറഞ്ഞ ഈ ജില്ലകളിൽ, അതായത് 1 മുതൽ 9 വരെയുള്ള ജില്ലകൾ, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, മലപ്പുറം, കാസർഗോഡ്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, പാലക്കാട്, അപ്പോൾ ഇത്രയും ജില്ലകളിൽ ഏകദേശം കട്ട് ഓഫ് കൂടി നിൽക്കും. ബാക്കി ജില്ലകളിൽ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, ഇടുക്കി, ഇപ്പോൾ ഇത്രയും ജില്ലയിൽ കട്ട് ഓഫ് കുറഞ്ഞു നിൽക്കും. ആ ഒരു വേരിയേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൂടിയ കട്ട് ഓഫ് കൂടി വരുന്ന ജില്ലകൾ ഈ പറയപ്പെടുന്ന 9 ജില്ലകളാണ്. ആ ജില്ലകളിൽ ഏകദേശം ഒരു 60 മാർക്കും അതിൽ കൂടുതൽ വിളിച്ചവരും സേഫ് ആണെന്ന് പറയാം. 60 മാർക്ക് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നു. 60 മാർക്കും അതിൽ കൂടുതലുമുള്ള ആൾക്കാർ. പിന്നെ ബാക്കിയുള്ള കോട്ടയം തൊട്ട് താഴോട്ട് വരുന്നത് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, ഇടുക്കി, ഇത്രയും ജില്ലകളിലെ കട്ട് ഓഫ് ഏകദേശം ഒരു 55 മുകളിൽ, 55 അതിൽ കൂടുതലോ മേടിച്ച ആൾക്കാർ ഏകദേശം സേഫാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാം. 55 മുതൽ ഏകദേശം 60 വരെയായിരിക്കും ഈ ജില്ലകളിലെ സേഫ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കുറഞ്ഞ ജില്ലകളിൽ, കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന ജില്ലകളിൽ ഏകദേശം ഒരു 55 നിന്ന് 2 മാർക്ക് കുറച്ച് ഒരു 53, അതുപോലെ തന്നെ കൂടിയ കട്ട് ഓഫായ 60 നിന്ന് 2 മാർക്ക് കുറച്ച് 58 വരെ വേണമെങ്കിലും പറയാം. അപ്പോഴൊരു 53 മുതൽ ഒരു 58 വരെയുള്ള മാർക്ക് ഏകദേശം സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അതിൽ താഴെ മേടിച്ച ആൾക്കാരും ടെൻഷൻ അടിക്കേണ്ട. ചിലപ്പോൾ ഇതിൽ നിന്ന് നല്ലതുപോലെ വ്യത്യാസം സംഭവിക്കാം. ആൾക്കാരുടെ എഴുതിയ എത്രത്തോളം ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ആൾക്കാരുടെ ലിസ്റ്റാണ് ഇടുന്നത് എന്ന് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അനുസരിച്ച് കട്ട് ഓഫ് നല്ലതുപോലെ താഴാനോ കുറച്ച് ഉയർന്നു വരാനോ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് UPSAയുടെ കാര്യം. ഇനി LPSAയുടെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LPSA എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സേഫ് സോൺ പറഞ്ഞിരുന്നു. അത് ഏകദേശം ഒരു 38 മുതൽ ഒരു 50 മാർക്കിൻ്റെ ഇടയിലാണ് പറഞ്ഞത്. കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആകും എന്നുള്ള കാര്യം നമുക്കന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടൊരു സേഫ് സോൺ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള ലിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് നോക്കുമ്പോൾ മലപ്പുറമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, 50 ആണ്. പിന്നെ കോഴിക്കോട് 46, തിരുവനന്തപുരം 42.33, കൊല്ലം 41.33, പാലക്കാട് 41.33, തൃശ്ശൂർ 38, കണ്ണൂർ 37.33, കാസർഗോഡ് 36.33, എറണാകുളം 34, വയനാട് 32.33, പത്തനംതിട്ട 30.67, ആലപ്പുഴ 30.67, കോട്ടയം 28.33, ഇടുക്കി 26.67. ഇതിനകത്ത് ഏറ്റവും വലിയ കട്ട് ഓഫ് വന്നത് മലപ്പുറം 50, പിന്നെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നത് ഇടുക്കി 26.67. ഇപ്പോൾ രണ്ടിൽ LPSAയിലും UPSAയിലും ഏറ്റവും കുറച്ച് കട്ട് ഓഫ് വന്നത് ഇടുക്കിയാണ്. UPSAയിൽ കട്ട് ഓഫ് കൂടുതൽ വന്നത് കോഴിക്കോടും, LPSAയിൽ കട്ട് ഓഫ് കൂടുതൽ വന്നത് മലപ്പുറമാണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും എക്സാം കഴിഞ്ഞ LPSAയുടെ സേഫ് സോൺ പറയുമ്പോഴേ
ഈ പറയപ്പെടുന്ന ജില്ലകൾ തന്നെ ഈ 9 ജില്ലകളിലാണ് LPSC ആയാലും UPSC ആയാലും കട്ട് ഓഫ് കുറച്ചധികം കൂടി നിൽക്കുന്നത്. ഇത് നമുക്ക് ഈ 2 ടേബിൾ കണ്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയപ്പെടുന്ന 9 ജില്ലകളിൽ നേരത്തെ പറഞ്ഞ UPSCയുടെ കാര്യം പറഞ്ഞ അതേ ജില്ലയിൽ തന്നെ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 45 അതിൽ കൂടുതൽ മേടിച്ച ആൾക്കാർ സേഫ് ആണെന്ന് പറയാം. അതുകൊണ്ട് ബാക്കി ജില്ലയിൽ വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഈ പറയപ്പെടുന്ന ജില്ലയിൽ ഏകദേശം ഒരു 32 മാർക്കോ അതിൽ കൂടുതൽ മേടിച്ച ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർ സേഫ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ UPSCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടെയും നമുക്ക് 2 മാർക്ക് അവിടെ കുറയ്ക്കാം. കൂടിയ കട്ട് ഓഫ് വരുന്ന ജില്ലയിൽ ഒരു 43 വരെയും കുറഞ്ഞ കട്ട് ഓഫ് വരുന്ന ജില്ലയിൽ ഒരു 30 വരെയും. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടി വരുന്ന ജില്ലയിൽ ഒരു 45 മാർക്ക് കൂടുതലുള്ള ആൾക്കാർ സേഫാണെന്ന് നമുക്ക് പറയാം. കുറഞ്ഞ ജില്ലയിൽ ഒരു 32 അതിൽ കൂടുതലുള്ള ആൾക്കാർ സേഫാണെന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കൂടിയ കട്ട് ഓഫ് ഉള്ള ജില്ല വരുമ്പോഴേ അവിടെ ഒരു 45 എന്ന് പറയുന്ന ഒരു 43 വരെയും കുറച്ച് കട്ട് ഓഫ് വരുന്ന ജില്ലയിൽ 32 എന്ന് പറയുന്നത് ഒരു 30 വരെയും സേഫ് സോൺ പറയാം. അപ്പോൾ 30 മുതൽ ഏകദേശം ഒരു 43 വരെ ആയിരിക്കാം LPSCയിൽ കട്ട് ഓഫ് അല്ലെങ്കിൽ സേഫ് സോൺ വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം. അത് കാരണമെന്ന് പറഞ്ഞാൽ ലിസ്റ്റിലിടുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചും അതുപോലെ തന്നെ എത്രത്തോളം ആൾക്കാർ നല്ലപോലെ പെർഫോം ചെയ്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ട് ഓഫ് അല്ലെങ്കിൽ സേഫ് സോൺ പറഞ്ഞത് തന്നെ നമ്മുടെ അതായത് നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു LPSCക്കും UPSCക്കും വേണ്ടിയിട്ട്. അതിനകത്തെ മാർക്കുകൾ ഓരോ ആൾക്കാരും പറഞ്ഞ മാർക്കുകളും അതിൻ്റെ ഓരോ ജില്ലയിലെയും സ്പെസിഫിക് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ആണ് ഈ ഒരു സേഫ് സോൺ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇനി ലിസ്റ്റ് വരട്ടെ, ബാക്കിയെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.